Where the hell all the doctors gone? Sorry, sir. Useless. Call them immediately. Hello, Dr. Alex? Sure, I'll be there in 20 minutes. എന്താടാ എന്ത് പറ്റി? അത് ഡോക്ടർ, റൂം 103 പേഷ്യൻ്റ് റെസ്റ്റ്ലെസ് ആണ്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഡോക്ടറാണ് അവസാന പ്രതീക്ഷ. ഹെഡോ, പീഡിയാട്രീഷ്യന്റെ ഹെൽപ്പിന് പകരം എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? 103 പേഷ്യൻ്റ് ഒരു കൊച്ചു കുട്ടിയല്ലേ. ലെക്സിനെ വിളിക്ക്, അവൻ വന്നാൽ കാട് നടക്കും. ഷേടാ, അക്കാര്യം പെട്ടെന്ന് ഓർക്കൂല. എന്തേലും പ്രോബ്ലം വന്നാ ഓടിപ്പിടിച്ച് എന്നെ വിളിക്കും. അതാണല്ലോ ശീലം. അതുകൊണ്ട് അവനെയും കൊണ്ടാ ഞാനിങ്ങ് വന്നത്. ഹി വിൽ ഹാൻഡിൽ ദ കിഡ്. വന്ന് നീ ഇല്ലാതെ പറ്റില്ല നായി. ഐം സോറിഡാ, എന്നും നിന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ഹേയ്, ഡോണ്ട് ബി സോറി മാൻ. ഇൻഫാക്ട് ഞാനിത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ദെൻ ചാർജർ തുടങ്ങ. നിനക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കൂടാടാ. നീ ആലോചിച്ചോ? ഡിസിഷൻ ഈസ് യുവേഴ്സ്. തീരുമാനം നിന്റെയാ. നീ എന്ത് തീരുമാനിച്ചാലും I'll be with you. The number you are trying to reach is currently switched off. I'm sorry ഡാ. ഞാൻ ഒരിക്കലും നിന്നെ അവിടെ കൊണ്ടുപോകരുതായിരുന്നു. അമ്മയെ കാണാനിട വരുത്തരുതായിരുന്നു. എല്ലാം ഞാൻ കാരണം. I miss you, Behan. I miss you, Arna. ചെല്ലത്താമരേ ചെറു ചിരി ചുണ്ടിൽ ചൂടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ. നീ ഇവിടെ ചെല്ലത്താമരയെ പാടുകൊണ്ടിരി. എവിടെ കൊച്ചെവിടെ? അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ഇതാ ഞാൻ പറഞ്ഞേ, അവളുടെ ഒരു ചെല്ലത്താമര. കുട്ടിയെ നോക്കാൻ വന്ന കുട്ടിയെ നോക്കണം. ഇതിപ്പോ ജോലി മുഴുവൻ ഏക്കും കൂടി നിനക്കുവാ. ഇഡിയറ്റ്. സോറി മാം. കിണിച്ചോടെ നിൽക്കാതെ പോയി കുഞ്ഞെ അന്വേഷിക്ക്. ചീതൊക്കെ എവിടുന്ന് വരുന്നാവോ? കുഞ്ഞാത്തേ. ഓ, അടുത്ത കുഞ്ഞുവാ വേണിട്ട്. നീ എന്താ ഏട്ടാ? എടി മോളെ, എന്റെ ബെൽറ്റ് ഒന്ന് എടുത്തു അടി. മനുഷ്യ, വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കൂല. തലക്കൊന്നങ്ങ് തളിഞ്ഞാൻ. വിശ്വകാട്ടിലും കഷ്ടമാണല്ലോ ഏട്ടന്റെ കാര്യം. ബെൽറ്റ് അല്ലേ അവിടെ വെച്ചിരിക്കുന്നേ? അതെന്താ കണ്ണു കാണാൻ പാടില്ലേ? ഇത് കറുപ്പല്ലേ? എനിക്കിതല്ല, എനിക്ക് ബ്രൗൺ ആ വേണ്ടേ. അല്ലെങ്കിലേ പ്രാന്ത് എടുത്തിരിക്കാം. അപ്പഴാ ഏട്ടന്റെ കൊഞ്ചല്. കുഞ്ഞാറ്റേ പ്ലീസ് ഡീ. ഇത് മുഴുവൻ വെച്ചോ. എന്നിട്ട് ഇവിടെ ഇരുന്ന് കറുപ്പാണോ കാപ്പിയാണോ മഞ്ഞയാണോ പച്ചയാണോ ഏതാണെന്ന് വെച്ചാ തന്നെ താഴെ സെലക്ട് ചെയ്തിട്ട് അങ്ങിട്ട് വന്നേരെ. ഈ കുട്ടി ഇതെവിടെ പോയി? വിശ്വാ മിണ്ടൂല. അയ്യോ, അതെന്താ കൊച്ചാപ്പി മിണ്ടാത്തേ? ഇന്നലെ കുഞ്ഞാറ്റ എന്നെ പറ്റിച്ചില്ലേ, ഞാൻ മിണ്ടൂല. ഇന്നലെ കുഞ്ഞാറ്റയ്ക്ക് വലിയൊരു കേസ് വന്നു. അതുകൊണ്ടല്ലേ ലേറ്റ് ആയത്. ഇന്നുറപ്പായിട്ടും കുഞ്ഞാറ്റ കറക്റ്റ് ടൈമിന് വരും. പ്രോമിസ്, പിങ്കി പ്രോമിസ്. കുഞ്ഞു ബാവ പ്ലേ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക്
കുഞ്ഞാറ്റ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ടാവും. എന്നിട്ട് നമുക്ക് പുറത്താവും. ഓക്കെ? വാവേനെ പറ്റിക്കുവോ? ശേ, കുഞ്ഞാറ്റ അങ്ങനെ ചെയ്യോ? കുഞ്ഞാറ്റെ, ഞാൻ ഇന്ന് വരാൻ വൈകോട്ടോ. അലി ഇന്നല്ലേ വരുന്നേ, ഞാൻ അവനെ പിക്ക് ചെയ്തിട്ടേ വരൂ. ഹായ്, അലി ഇപ്പൊ വരുന്നുണ്ടോ? ആടാ കൊച്ചാപ്പി, കഴിഞ്ഞ തവണത്തെ പോലെ അലിയപ്പോട് കുസുട്ടൊന്നും കാണിക്കരുത് കേട്ടോ. ആ, നല്ല ആളോടാ ഏട്ടൻ പറയുന്നേ. ആദ്യം ഇക്കയോട് പോയി കൊച്ചിനോട് കളിക്കണ്ടേന്ന് പറ. ഇവനൊക്കെ കഷ്ടം ഇക്കയുടെ കാര്യം. ചില സമയത്ത് അവന്റെ ഇവന്റെ മൈൻഡ് ഒരേ ലെവലാ. അതന്നെ ഞാൻ പറഞ്ഞേ, വെറുതെ എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തണ്ട. പിന്നെ ഏട്ടാ, നാളെ കഴിഞ്ഞ ഇവന്റെ സ്കൂളിൽ നിന്ന് ടൂറുണ്ട്. ഏട്ടൻ ഇനി മുടക്കൊന്നും പറയണ്ട, അവൻ പൊക്കോട്ടെ. ആകെ 10 കുട്ടികളെ കൊണ്ടുവന്നുള്ളൂ. അവരെ നോക്കാൻ തന്നെ ടീച്ചേഴ്സും ക്രൂ ആയിട്ട് ഒരു 10-15 പേരുണ്ട്. കുഞ്ഞാറ്റെ, അത് വേണോടാ. എന്തേട്ടാ, ഈ കാര്യം സമ്മതിപ്പിക്കാൻ വേണ്ടി 2 ദിവസം ഇവൻ പട്ടിണി കിടന്ന്, അത് മറന്നോ? എനിക്ക് വല്ല താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഇവൻ ഇനിയും പട്ടിണി കിടന്ന. എന്നാ നമുക്ക് രണ്ടുപേർ കൂടെ ഇവന്റെ കൂടെ പോയാലോ? അന്ന് 2 സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ കൂടെ പോയേനെ. നീ പേടിക്കണ്ട, എന്റെ മീറ്റിംഗ് ആയിട്ട് ഞാൻ അവനെ പിക്ക് ചെയ്ത് വന്നോളാം. ഉറപ്പാണേ? ഏട്ടാ, മറന്നുപോയല്ലേ? ഞാൻ മറക്കില്ലടി. നീ പുറടേക്കോ, നമുക്ക് 3 പേർക്കും ഇന്ന് ഒരുമിച്ചിറങ്ങാം. ഹലോ, വിഹാൻ ഹിയർ. സർ, ഇത് വിഷയുടെ കെയർടേക്കർ ആണ്. ടെൽ മീ മാം, വാട്ട്സ് ഹാപ്പൻ? അത് ഇവിടെ കുട്ടികള് കളിക്കുന്നിടയിൽ വിഷു ഒന്ന് വീണു. വാട്ട്? പേടിക്കാനൊന്നുമില്ല, അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സാർ പറ്റുവാണെങ്കിൽ ഒന്ന്. ഇത്രയും കെയർലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടിയാണല്ലോ എന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു വിട്ടത്. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ഇറസ്പോൺസിബിൾ ആകാൻ കഴിയുന്നു? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ വെച്ചേക്കില്ല ഒന്നിനെ ഞാൻ. സർ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ, പക്ഷേ ഇതത്ര സീരിയസ് ഒന്നും അല്ല. കുട്ടി വീണപ്പോൾ ഉണ്ടായ ചെറിയ ഷോക്കാ. പ്ലീസ് സർ. പിന്നെ ഈ ഏരിയ ആയതുകൊണ്ടാ ഇവിടെ അത്ര ഫെസിലിറ്റീസ് ഒന്നുമില്ല, അതുകൊണ്ടാ കുഞ്ഞിന് ബോധം വരാൻ ടൈം എടുക്കുന്നത്. ഐ ഡോണ്ട് കെയർ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ എല്ലാവരും അഴിയണം. എല്ലാവരും ഇതിന് സമാധാനം പറയേണ്ടി വരും. യു നോ ഹു ഐ ആം. സോറി സർ. ഏട്ടാ, ഏട്ടാ, എന്താ എന്താ കുഞ്ഞിനെ? ഏയ് കുഞ്ഞാറ്റി, ഒന്നുമില്ലടാ. അവൻ ചെറുതായിട്ട് ഒന്ന് വീണു. തല ഒന്ന് ഇടിച്ചപ്പോ അവൻ മയക്കത്തിലാ. ഈശ്വര, എന്റെ കുഞ്ഞ്. നിങ്ങൾ എന്താ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാത്തെ? അത് ഡോക്ടർ, ഇവിടെ പീഡിയാട്രിഷ്യൻ ചാർജ് എടുത്തിട്ടില്ല. ഇത്രയും വെൽ നോൺ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യൻ ഇല്ലാന്ന് പറഞ്ഞ? സോറി മാം, ഒന്ന് വെയിറ്റ് ചെയ്യണം. പീഡിയാട്രിഷ്യൻ ചാർജ് എടുക്കാൻ വരുന്നുണ്ട്. പ്ലീസ് മാം, സാറിനെ ഒന്ന് കൂളാക്കണം പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വരുമ്പോഴേക്ക് എല്ലാ ഫയൽസും ക്ലിയർ ചെയ്ത് എന്റെ ഡെസ്കിൽ ഉണ്ടാവണം. ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ എന്റെ കമ്പനിക്ക് ആവശ്യമില്ല. മൈൻഡ് ഇറ്റ്. ഓ എന്റെ അമ്മേ, എന്തൊരു മൊരടന ഇയാള്. ഇയാളുടെ വൈഫിനെ സമ്മതിക്കണം. വിഹാൻ, എന്തു പറ്റി? വിഷുക്ക് എന്തു പറ്റി? എന്തിനാ സ്റ്റാൻസി നീ ഈ വയ്യാത്ത അവസ്ഥയിൽ ഇവിടെ വരെ വന്നത്? അവനൊന്നുമില്ല, ഒന്ന് വീണു, അത്രേ ഉള്ളൂ. വിഹാൻ, അവനൊന്ന് കാണാൻ പറ്റൂടാ? നമുക്ക് കാണാടാ. അവനിപ്പോ ട്രീറ്റ്മെന്റ് എടുത്തോണ്ട് നിൽക്ക. ഡോക്ടർ വന്നിട്ടുണ്ട്.
ഇവിടെ ഇരിക്കി. എന്തിനാ ഈ വയ്യാത്ത അവസ്ഥ ഇതുവരെ വന്നത്? ജെയിംസ് എവിടെ? ജെയിംസ് ലോബിയിലുണ്ട്, ഇപ്പൊ വരും. നീ ഇവിടെ ഇരിക്കി. നയൻത് മന്താ, എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ? പെട്ടെന്ന് ഇത് കേട്ടപ്പോ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല, അതാ പെട്ടെന്ന് നീ വന്നത്. കുട്ടി ഇപ്പോൾ ഓൾറൈറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ബോധമൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെന്ന് കാണാം. ഓഹ്, താങ്ക് ഗോഡ്. ജാൻസി, നീ ഇവിടെ ഇരിക്കേ, ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് റൂമിലേക്ക് ആക്കിയിട്ട് നിനക്ക് വരാം. ഓക്കെ? ഡോക്ടർക്കറിയോ, എന്റെ ഡാഡി ഭയങ്കര സുന്ദരനാ, അതുകൊണ്ടാ ഞാൻ ഇത്ര ബ്യൂട്ടിഫുൾ. ഓഹോ, മോന്റെ ഡാഡി അത്ര സുന്ദരനോ? കല്യാണം കഴിച്ചൊന്നും കൂടി പറയില്ല എന്നാ എല്ലാരും പറയുന്നേ. എന്റെ ആന്റി പറഞ്ഞല്ലോ എന്റെ ഡാഡിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന്. ഓ, എന്താ മോന്റെ ഡാഡിയുടെ പേര്? ഡാഡിയുടെ പേര് ഞാൻ പറയാം, ആദ്യം ഡോക്ടറുടെ പേര് പറയാം. എന്റെ പേര് ലെക്സ്. ലെക്സോ? അപ്പൊ ഈ ടിവിയിൽ പരസ്യം കളിക്കുന്ന സോപ്പ് അങ്കിളുടെയാണോ? അത് കുറുമ്പ, നീയാണ് കൊള്ളാലോ. അപ്പോ മോന്റെ മമ്മിയോ? എന്റെ മമ്മിയോ? എന്റെ മമ്മി സുന്ദരിയാ. എന്റെ മമ്മിയുടെ വയറ്റില് പുതിയൊരു കുഞ്ഞുവാവ ഉണ്ടല്ലോ, അതിനു വേണ്ടി വെയിറ്റിംഗിലാ മോൻ. ഓ, അപ്പൊ വിഷയ്ക്ക് അനിയത്തിയെ വേണോ അനിയനെ വേണോ? എനിക്കൊരു അനിയത്തിയെ മതി. അതെന്താ? എന്റെ ഡാഡിക്ക് ഒരു അനിയത്തിയുണ്ട്, എന്റെ ആന്റി. അവര് തമ്മിൽ എന്തൊരു സ്നേഹത്തിലാണെന്നറിയോ. എനിക്ക് എന്റെ ആന്റിയെ പോലെ സിസ്റ്റർ വേണം. എന്നിട്ട് എന്റെ ഡാഡിയും ആന്റിയും പോലെ എനിക്ക് അവളെ ഒരുപാട് സ്നേഹിക്കണം. എന്റെ ഡാഡിയുടെ പേര് വിശ്വ. വിഹാൻ. ഡാഡി. വിശ്വ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ട്രിപ്പിനൊന്നും പോകണ്ടാന്ന്. എനിക്കൊന്നുമില്ല ഡാഡി. ഡാഡിയുടെ വിഷ സ്ട്രോങ് അല്ലേ, ചെറുതായിട്ടൊന്ന് വീണതാ. അതിനിപ്പോ ഇത്ര പേടിക്കേണ്ട കാര്യം എന്താ? വിശ്വ മോനെ, കുഞ്ഞാറ്റേ. ഡോക്ടർ പോവല്ലേ? ഇതാ എന്റെ ആന്റിയും ഡാഡിയും. ഡോക്ടറല്ലേ അവരുടെ പേര് ചോദിച്ചേ, ഇതാ നേരിട്ട് കണ്ടു. ലക്ഷ്മൺ, മമ്മി. പിശുക്കുട്ട, പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ നീ. മമ്മി എന്തിനാ പേടിക്കണേ? കുഞ്ഞുങ്ങൾക്ക് വിഷമാവില്ലേ? മോന്റെ ഭാവയ്ക്ക് ഒരു കുഴപ്പമില്ല. മോന്റെ ഭാവ സേഫാ. ഇത് ലക്ഷ്മണല്ലേ? അവനിപ്പോ ഓൾറൈറ്റ് ആണ്. നിങ്ങള് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോക്കോളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ മെഡിസിൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. താങ്ക് യു. ലക്ഷ്മൺ, എന്താടാ? ഏയ്, ഒന്നുമില്ല, നമുക്ക് പോയാലോ? ലക്ഷ്മൺ, വർണ്ണ, എവിടെ പോയതാടാ നീ? എത്ര നാൾ നിന്നെ ട്രൈ ചെയ്തെന്നറിയോ നിനക്ക്? നാട്ടിൽ പോയിട്ട് നീ എന്താ ഏട്ടൻ്റെ കൂടെ തിരികെ വരാഞ്ഞേ? നിന്നെ ഞാൻ എന്തോരം വെയിറ്റ് ചെയ്തെന്ന് നിനക്കറിയോ? കോളേജിൽ വന്നില്ല? കോളേജിലൊക്കെ ഞാൻ വന്നിരുന്നു, പക്ഷേ നീ എവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയെന്ന് പിന്നെ അറിഞ്ഞ്. നിന്റെ സീതയുടെയും കല്യാണം ഉറപ്പിച്ച കാര്യം ഏട്ടനെന്ന് പറഞ്ഞു. നീ നിന്റെ മാരേജുമായിട്ട് ബിസി ആയിരിക്കുന്നു കരുതിയാ പിന്നെ നിന്നെ വല്ലാതെ കോണ്ടാക്ട് ചെയ്തിരുന്നേ. എവിടെ നിന്റെ വൈഫ്? എവിടെ? വൈഫ്
നീ എൻ്റെ വീട്ടിലേക്ക് വരണോ? നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാലോ. അത് ശരിയാ. നീ നിന്റെ ആഗ്രഹം പോലെ പീഡിയാട്രീഷ്യൻ ആയല്ലേ. ഐ എം സോ ഹാപ്പി ഫോർ യു. ആൻഡ് യു ദ ഗ്രേറ്റ് വർണ്ണ വിശ്വം ഇപ്പോൾ സർജൻ ആയിരിക്കുന്നു. ആ ചോര കണ്ട തല കറിയുന്ന പെണ്ണ ഇപ്പോ കത്തിവെക്കാർക്കായി. കുഞ്ഞാറ്റേ, കം ലെറ്റ്സ് ഗോ. അരി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൺഗ്രാറ്റ്സ്. അല്ല, പുതിയൊരു ബേബിയോട് വരുന്ന കാര്യം വിഷു എന്നോട് പറഞ്ഞിരുന്നു. അവന് അനിയത്തിയെ കൊടുത്താൻ പോവല്ലേ. ഐ എം സോ ഹാപ്പി. ഓ വാവ്, എന്റെ കാര്യത്തിൽ താൻ അത്ര ഹാപ്പിയാണോ? ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. പിന്നെ എനിക്ക് മാത്രമല്ല, നിനക്കും ആവാലോ. ബേബിയും കുഞ്ഞും കുടുംബം എല്ലാം. സീതയെ നീ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ബട്ട് സീത മാത്രമല്ലല്ലോ, ഈ ലോകത്ത് വേറെ ഉണ്ടല്ലോ സ്ത്രീകൾ. ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുക. അപ്പൊ നിനക്കും ആവും സ്വന്തമായിട്ട് കുഞ്ഞും കുടുംബമൊക്കെ. അപ്പോ ഈ ഡയലോഗ് എനിക്ക് തിരിച്ചും പറയാലോ. ഐ ആം സോ ഹാപ്പി ഫോർ യു.